ഗസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നു. മാസങ്ങൾക്ക് ശേഷം മേഖലയിൽ വെടിവെച്ച് നിലച്ചു. കരാറിൻ്റെ ഭാഗമായി 3 ഇസ്രായേൽ ബന്ദികളെ ഹമാസ് കൈമാറി. പകരം 90 പലസ്തീൻ വനിതാ തടവുകാരെ ഇസ്രായേലും മോചിപ്പിച്ചു. ഹമാസിൻ്റെ തടവറയിൽ ഇസ്രായേൽ ബന്ദികൾ കടുത്ത പീഡനം അനുഭവിക്കുന്നുണ്ടോ? 28കാരായി എമിലി ദമാരി, 23കാരി റോമി ഗോനൽ, 31കാരിയായ ഡോറൻ എന്നിവരെയാണ് മോചിപ്പിച്ചത്. 3 സ്ത്രീകളെയാണ് കരാർ പ്രകാരം ഹമാസ് മോചിപ്പിച്ചത്. ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും അടിയന്തര വൈദ്യസഹായം ആവശ്യമില്ലെന്നുമാണ് വിവരം. ഇസ്രായേൽ മാധ്യമം ജെറുസലേം പോസ്റ്റാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഹമാസിൻ്റെ കസ്റ്റഡിയിൽ ബന്ദികൾ, അതും വനിതകളായ ബന്ദികൾ, കടുത്ത പീഡനം അനുഭവിച്ചിട്ടില്ല എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിന് വിരുദ്ധമായ വാദമായിരുന്നു ഇസ്രായേൽ ഉയർത്തിയിരുന്നത്. ബന്ദികളെ ഹമാസ് ശാരീരികമായി ഉപദ്രവിക്കുന്നുവെന്നാണ് ഇസ്രായേലും ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങളും വാദിച്ചിരുന്നത്. ബന്ദികൾക്ക് അടിയന്തര വൈദ്യസഹായം നൽകുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. എന്നാൽ ബന്ദികൾ പൂർണ്ണ ആരോഗ്യവതികളാണെന്ന വാർത്തകളാണ് വരുന്നത്. ഗസ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഹമാസ് വിട്ടയച്ച 3 ബന്ദികളെ ഇസ്രായേൽ സൈന്യമാണ് ഏറ്റുവാങ്ങിയത്. റെഡ് ക്രോസ് വോളണ്ടിയർമാർക്കാണ് ഹമാസ് ബന്ദികളെ കൈമാറിയത്. ഇവരാണ് ബന്ദികളെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ അടുക്കലെത്തിച്ചത്. ഇസ്രായേൽ റൊമേനിയൻ പൗരയായ ഡോറോൺ വെറ്റിനറി നഴ്സാണ്. നോവ സംഗീത നിശയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് റോമിയെ ഹമാസ് ബന്ദിയാക്കിയത്. ബ്രിട്ടീഷ് ഇസ്രായേൽ പൗരത്വമുള്ള എമിലിയെ ഫാർ അസയിലെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഹമാസ് ബന്ദിയാക്കിയത്. ബന്ദികൾ സുരക്ഷിത കരങ്ങളിൽ എത്തിയതായി ഇസ്രായേൽ സൈനിക വക്താവ് അറിയിച്ചു. വെടിനിർത്തൽ കരാറിൽ മധ്യസ്ഥർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പാലിക്കുമെന്ന് ഹമാസ് വക്താവ് അബു ഉബൈദ വ്യക്തമാക്കി. ഇസ്രായേലും നിബന്ധനകൾ പാലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1 വർഷം മുമ്പ് തന്നെ വെടിനിർത്തൽ കരാർ സാധ്യമാകുമായിരുന്നു. നെതന്യാഹുവിൻ്റെ വിദ്വേഷമാണ് വംശഹത്യ തുടരാൻ കാരണം. രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. കരാറിലെ എല്ലാ വ്യവസ്ഥകളും പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമാണ്. അതില്ലാതായാൽ ഏത് കരാറും ഇല്ലാതാകുമെന്നും അബു ഉബൈദ മുന്നറിയിപ്പ് നൽകി. ഏറെ അനിശ്ചിതത്വത്തിലൊടുവിലാണ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. ഘട്ടം ഘട്ടമായി ഹമാസിൻ്റെ കസ്റ്റഡിയിലുള്ള ഇസ്രായേലി ബന്ദികളുടെ മോചനമാണ് വെടിനിർത്തൽ കരാറിലെ ഒരു വ്യവസ്ഥ. ആദ്യഘട്ടത്തിൽ ബന്ദികളിൽ കുറച്ചുപേരെ മോചിപ്പിക്കും. വെടിനിർത്തൽ തുടരുന്ന മുറയ്ക്ക് കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കും. ഇതാണ് കരാറിലെ വ്യവസ്ഥ. എന്നാൽ അവസാന നിമിഷം ആദ്യഘട്ടത്തിൽ വിട്ടയക്കുന്ന ബന്ദികളുടെ ലിസ്റ്റ് ഇസ്രായേൽ ആവശ്യപ്പെട്ടു. ലിസ്റ്റ് നൽകാനാവില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി. ഇതോടെയാണ് അനിശ്ചിതത്വം ഉടലെടുത്തത്. സാങ്കേതിക കാരണങ്ങളാൽ ലിസ്റ്റ് പുറത്തുവിടാനാവില്ലെന്നായിരുന്നു ഹമാസിൻ്റെ നിലപാട്. പിന്നീട് ഹമാസ് ലിസ്റ്റ് നൽകിയതോടെയാണ് ഇസ്രായേൽ വഴങ്ങിയത്. മിഡിൽ ഈസ്റ്റിനെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ 15 മാസത്തെ യുദ്ധത്തിനാണ് ഇതോടെ താൽക്കാലിക വിരാമമായത്. അതിനിടെ കരാർ ഇസ്രായേൽ അംഗീകരിച്ചുവെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നെതന്യാഹു സർക്കാരിനെതിരെ ഇസ്രായേൽ തെരുവുകളിൽ വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത്. ജെറുസലേമിലെ പ്രധാന റോഡുകൾ തടഞ്ഞ ഇവർ ഇസ്രായേൽ ഹമാസിൻ്റെ മുന്നിൽ കീഴടങ്ങിയെന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രതിഷേധം അറിയിച്ചത്. കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം കുറ്റവാളികളായ പലസ്തീനികളെ വിട്ടയക്കുന്നത് ഇസ്രായേലിൻ്റെ സുരക്ഷ അപകടത്തിലാക്കുമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടി. വെടിനിർത്തൽ കരാർ അംഗീകരിച്ച ബുധനാഴ്ച മുതലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിന് മുന്നിൽ ഇവർ പ്രതിഷേധിക്കുന്നത്. കൊല്ലപ്പെട്ട ഇസ്രായേൽ ബന്ദികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ജിവുറ ഫോറം, പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിനെ എതിർക്കുന്ന ബന്ദികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ടിക്വ ഫോറം തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വെടിനിർത്തൽ കരാറിൽ ആശങ്കയുണ്ടെന്നാണ് ടിക്വ ഫോറം അവകാശപ്പെട്ടത്. ഈ കരാർ ഇസ്രായേലിലേക്ക് ദുരന്തം വരുത്തിവെക്കുമെന്നാണ് ജിവുറ ഫോറം മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രായേലി പതാക കൊണ്ട് പൊതിഞ്ഞ ഡസൻ കണക്കിന് പ്രതീകാത്മക ശവപ്പെട്ടികളുമായി പ്രതിഷേധക്കാർ പാർലമെൻറ്റിലേക്ക് മാർച്ചും നടത്തി.